അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഖുർആൻ പഠനത്തിനൊരേഴ്പോഴി 1-ാം ദിവസം. കഴിഞ്ഞ ക്ലിപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഗോൾ സെറ്റ് ചെയ്യണമെന്ന്. ഈ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്രത്തോളം റിസോഴ്സസ് ഉണ്ട്, എത്രത്തോളം കഴിവുണ്ട്, എത്രത്തോളം ശേഷിയുണ്ട്, അത് വെച്ചിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമേ ഇല്ല. നമുക്കറിയാം, സഹാബികൾ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, സഹായത്തിന് അഭ്യർത്ഥിക്കുന്നില്ലേ, എപ്പോഴാണ് ഞങ്ങൾക്ക് വിജയമുണ്ടാവുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പുള്ളവർ അനുഭവിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ ദീൻ വിജയിക്കുക തന്നെ ചെയ്യും. സന്നാ മുതൽ ഹദറമൗത്ത് വരെയുള്ള പ്രദേശങ്ങളിൽ ഒരു ഇടയൻ സഞ്ചരിക്കുമ്പോൾ ആ ഇടയൻ, ഒരാട്ടിടയൻ, തൻ്റെ ആട്ടിൻപറ്റത്തെ ചെന്നായി ആക്രമിക്കുമോ എന്ന ഭയമല്ലാതെ ഒരു കൊള്ളക്കാരെയും പിടിച്ചുപറിക്കാരെയും പേടിക്കാനില്ലാത്ത ഒരു ശാന്തസുന്ദരമായ സമാധാനപൂർണമായ ഒരു രാഷ്ട്രം വരിക തന്നെ ചെയ്യും. അതുവരെ ഈ ദീൻ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നല്ലോ. ആ സന്ദർഭത്തിൽ നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതെന്ന്. വഴിക്ക് വെച്ച് അദ്ദേഹത്തിൻ്റെ തല കൊയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട കൊലയാളി പ്രവാചകനെ കണ്ടുമുട്ടുന്നു. സുറാക്ക, നമുക്കറിയാം. ആ സുറാക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തിന് പ്രവാചകരെ സമീപിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവസാനം മുൻകൂർ ജാമ്യമെടുത്ത് പ്രവാചകനെ സന്ദർശിക്കുകയും സ്പർശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുറിപ്പടി എഴുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട്. അത് കഴിഞ്ഞ് സുറാക്ക മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ സുറാക്കയോട് തിരിച്ചു വരാൻ വിളിച്ചിട്ട് സുറാക്കയോട് ഒരു കാര്യം ചോദിക്കുന്നത്, സുറാക്ക, നിൻ്റെ ഈ കൈയൊന്ന് ഉയർത്തി കാണിക്കൂ. ഈ കയ്യിൽ പേർഷ്യൻ ചക്രവർത്തിയുടെ സ്വർണ്ണ വളകൾ അണിഞ്ഞാൽ എങ്ങനെയിരിക്കും? അദ്ദേഹം ഉടനെ അതിന് ആശ്ചര്യപ്പെട്ടു. പേർഷ്യൻ ചക്രവർത്തിയുടെ വളയോ എൻ്റെ കയ്യിലോ? പ്രവാചകൻ പറഞ്ഞു, അതെ, ശരിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, തൻ്റെ ജീവനും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന പ്രവാചകൻ്റെ വീക്ഷണം എന്തായിരുന്നു? തീർച്ചയായും കിസ്ര, കൈസർ ചക്രവർത്തിമാരുടെ കോട്ടകൊത്തളങ്ങൾ എൻ്റെ ദീൻ കൊണ്ട് തകരുക തന്നെ ചെയ്യും. ഇതാണ് ലക്ഷ്യബോധം എന്ന് പറയുന്നത്, ഗോൾ സെറ്റിംഗ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റിസോഴ്സ് അല്ല നമ്മുടെ പ്രശ്നം. യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യബോധമുണ്ടോ, നാം ഗോൾ സെറ്റ് ചെയ്യുന്നു എന്നതാണ്. ശരി, ഇരിക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാനും വാക്കുകൾ. ഒന്ന്, അള്ളാഹു എന്ന വാക്ക് 604 പേജുള്ള ഖുർആനിൽ 20 പേജുകളോളം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതെ, 30 ജുസിൽ ഒരു ജുസ് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു തീർന്നു. അള്ളാഹ് എന്ന പദം, അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ടതില്ല. രണ്ടാമത്തെ പദം റബ്ബ് എന്ന പദം 7 പേജോളം ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ റബ്ബിനെക്കുറിച്ച് നമുക്കിനി പറയേണ്ട കാര്യമില്ല. റബ്ബ് രക്ഷിതാവ്. അടുത്ത പദം അള്ളാഹുവിനെ കുറിക്കാൻ തന്നെയുള്ള മറ്റൊരു പദമാണ് ഇലാഹ്, ആരാധ്യൻ. ഇലാഹ് എന്ന പദം ഖുർആനിൽ 1 പേജ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഇലാഹ്, ആരാധ്യൻ നമുക്കിനി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മറ്റൊരു പദം റസൂൽ എന്നാണ്. അപ്പോൾ അള്ളാഹു, റബ്ബ്, ഇലാഹ്, അള്ളാഹുവിനെ കുറിക്കുന്ന 3 പദങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. അള്ളാഹു, റബ്ബ്, ഇലാഹ്. ഇനി അള്ളാഹുവിൻ്റെ ദൂതൻ റസൂലിനെ കുറിച്ച് ഖുർആനിൽ 2 പേജ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഖുർആനിൽ 2 പേജ് റസൂൽ എന്ന പദമാണ് ആവർത്തിച്ച് വന്നിരിക്കുന്നത്. റസൂലിനെ കുറിക്കാനുള്ള മറ്റൊരു പദമാണ് എന്ന് വിചാരിക്കുക തൽക്കാലം നബി എന്ന പദം ഖുർആനിൽ 1/2 പേജ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത്, നബിയൂൻ എന്ന് പറയും, നബിയീൻ എന്നും പറയും. അപ്പോൾ എന്താ വേണ്ടത്? അപ്പോൾ ഊൻ, ഈൻ എന്ന് വരുന്നത് ബഹുവചനമാണ് എന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ നബിയൂൻ എന്നോ നബിയീൻ എന്നോ വന്നാൽ അത് നബിമാർ എന്നാണ്. പിന്നെ അംബിയാനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അംബിയ എന്നും പറയും, നമ്മൾ അംബിയാക്കൽ എന്ന് പറയും. അംബിയാക്കൽ വേണ്ടതില്ല, അംബിയ എന്ന് പറഞ്ഞാൽ മതി. നബിമാർ എന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതനെ കുറിക്കാൻ വേണ്ടിയുള്ള 2 വാക്ക്, ഇനി അള്ളാഹുവിൻ്റെ കിതാബിനെ കുറിക്കുന്ന 2 വാക്ക്. ഒന്ന് കിതാബ് എന്ന് തന്നെയാണ് ഖുർആനിൽ, അത് 2 പേജ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. കിതാബ് എന്ന വാക്ക്, കിതാബിനെ കുറിച്ച് പിന്നീടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ഗ്രന്ഥം. ഇനി കിതാബിലെ സൂക്തത്തെ കുറിക്കുന്നതാണ് മറ്റൊരു വാക്ക്, അത് ഖുർആനിൽ 2 പേജ് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അത് ആയത്ത് എന്ന പദമാണ്, സൂക്തം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ആയത്ത് എന്നത് ഏകവചനമാണ്. ആ ആയത്ത് എന്ന വാക്കിൻ്റെ അവസാനമുള്ള കെട്ടുള്ള തായ ഉണ്ടല്ലോ, ആ കെട്ടുള്ള താ മാറ്റി അലിഫും ഓപ്പൺ തായും ഇട്ടാൽ എന്തായി? അത് ബഹുവചനമായി, സ്ത്രീലിംഗ ബഹുവചനമായി. അപ്പോൾ ഒരു വാക്ക് സ്ത്രീലിംഗമാണ് എന്ന് കുറിക്കുന്ന കെട്ടുള്ള താ, അതൊരു ക്ലൂ ആണ് എഴുതി വെച്ചേക്കുന്നത്. അതേപോലെ അവസാനത്തിൽ അലിഫും തായും കൊണ്ട് അവസാനിക്കുന്ന പദങ്ങൾ സ്ത്രീലിംഗ ബഹുവചനങ്ങളാണ്. അപ്പോൾ ആയത്തിൻ്റെ ബഹുവചനം ആയാത്ത്. ഇത്രയും പദങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇന്ന് തന്നെ ഖുർആനിലെ 37 പേജുകൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഓൾമോസ്റ്റ് 2 ജുസ് തീർന്നു. മാഷാ അല്ലാഹ്. വീണ്ടും കാണാം. ബില്ലാഹി തൗഫീഖ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.